എല്ലാവർക്കും നമസ്കാരം. 7th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസിൻ്റെ 3rd യൂണിറ്റായ കോൺസ്റ്റിറ്റ്യൂഷൻ പാത്ത് ആൻഡ് ഗൈഡിംഗ് ലൈറ്റ് എന്നുള്ള പാഠഭാഗത്തിൻ്റെ 3rd പാർട്ടാണ് ഇന്നിവിടെ ആരംഭിക്കാൻ പോകുന്നത്. പേജ് നമ്പർ 45-ലെ സോഴ്സ് ഓഫ് ലോ എന്ന ഭാഗം മുതലാണ് ഇന്ന് നമ്മൾ ആരംഭിക്കുന്നത്. ഇതിൽ പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ദ ഫണ്ടമെൻ്റൽ ലോ ഓഫ് ദ നേഷൻ എന്നാണ്. അതിൻ്റെ അർത്ഥം നമ്മുടെ രാഷ്ട്രത്തിൻ്റെ, നമ്മുടെ രാജ്യത്തിൻ്റെ അടിസ്ഥാന നിയമസംഹിത എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷനാണ്. എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥകൾക്കനുസരിച്ച് മാത്രമേ നമ്മുടെ സർക്കാരുകൾക്ക്, അതിപ്പോൾ കേന്ദ്ര സർക്കാരാണെങ്കിലും കേരള സർക്കാരാണെങ്കിലും അവർക്ക് ഒരു നിയമം നിർമ്മിക്കാൻ സാധിക്കുകയുള്ളൂ. അതാണ് രണ്ടാമത് പറയുന്നത്. എനി ലോ ഫ്രെയിംഡ് ബൈ സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ് ഷുഡ് ഫോളോ ദ പ്രൊവിഷൻസ് ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ അടിസ്ഥാനമാക്കി മാത്രമേ നമുക്ക് നമ്മുടെ രാജ്യം ഭരിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം നമ്മുടെ ഭരണകർത്താക്കൾ എപ്പോഴും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ നിന്നുകൊണ്ട് മാത്രമേ പുതിയ നിയമങ്ങൾ നിർമ്മിക്കാനോ നമ്മുടെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാനോ ഒക്കെ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചിടത്തോളം കോൺസ്റ്റിറ്റ്യൂഷന് ഒരു സുപ്രീം പൊസിഷനാണ് ഉള്ളത്. എന്ന് വെച്ചാൽ ഏറ്റവും പരമോന്നതമായ, ഏറ്റവും ഉയർന്ന പൊസിഷനാണ് ഉള്ളത്. നമ്മുടെ നിയമത്തിൻ്റെ ഭരണഘടനയ്ക്കാണ് നിയമനിർമ്മാണത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണത്തിൻ്റെ രീതികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതും ഭരണം ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും എന്നൊക്കെ തീരുമാനിക്കാനുള്ള അധികാരമുള്ള ഒരു സുപ്രീം പൊസിഷൻ ഉള്ളത് നമ്മുടെ ഭരണഘടനയ്ക്കാണ്. അതാണ് സോഴ്സ് ഓഫ് ലോസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഭാഗം ഒന്നുകൂടെ പറയാം. അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ദ ഫണ്ടമെൻ്റൽ ലോ ഓഫ് ദ നേഷൻ. എനി ലോ ഫ്രെയിംഡ് ബൈ സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ് ഷുഡ് ഫോളോ ദ പ്രൊവിഷൻസ് ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ. Thus, the boundaries within the government can made and enforce laws and decided by our constitution should holds the position as the supreme system and source of law. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനാണ് ഏറ്റവും പരമോന്നതമായ സ്ഥാനമുള്ളത്. അതിനനുസരിച്ച് മാത്രമേ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്കും സെൻട്രൽ ഗവൺമെൻറ്റുകൾക്കും അവരുടേതായ നിയമങ്ങൾ നിർമ്മിക്കാൻ സാധിക്കുകയുള്ളൂ. അതിൻ്റെ നിയമങ്ങൾ ഏതുവരെ പോകണം, അതിൻ്റെ ബൗണ്ടറീസ്, അതായത് അതിൻ്റെ അതിർത്തി എവിടെയാണ് എന്നൊക്കെ തീരുമാനിക്കുന്നത്, നിയമങ്ങളുടെ അതിർത്തി എവിടെയാണ് എന്നൊക്കെ തീരുമാനിക്കുന്നത്, എങ്ങനെയാണ് ഇത് നടപ്പാക്കേണ്ടത് എന്നീ കാര്യങ്ങളൊക്കെ തീരുമാനിക്കപ്പെടുന്നത് കോൺസ്റ്റിറ്റ്യൂഷനാണ്. അതുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ സുപ്രീം പവറായിട്ട് മാറുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണത്തിൻ്റെ സുപ്രീം പവറായിട്ട് മാറുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനാണ്. അടുത്തതായി നമ്മുടെ പേജ് നമ്പർ 46-ൽ ഒരു കൊളാഷാണ് തന്നിരിക്കുന്നത്. അവിടെ കുറച്ച് നിയമങ്ങളുടെ അല്ലെങ്കിൽ കുറേ ആക്റ്റുകളുടെ പേരുകൾ തന്നിട്ടുണ്ട്. അത് നമുക്കൊന്ന് വായിക്കാം. ഒന്നാമത്തെ ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്, നാഷണൽ സെക്യൂരിറ്റി ആക്ട്, ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആക്ട്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട്, ഫുഡ് സെക്യൂരിറ്റി ആക്ട്, ലാൻഡ് റീഫോംസ് ആക്ട്, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, ജുവനൈൽ ജസ്റ്റിസ് ആക്ട്, ലേബർ ലോ, പ്രൊവിഷൻ ഓഫ് കറപ്ഷൻ ആക്ട്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്, എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട്. ഇതൊക്കെയാണ് നമുക്ക് അവിടെ തന്നിരിക്കുന്ന നിയമങ്ങൾ അല്ലെങ്കിൽ അവിടെ തന്നിരിക്കുന്ന ആക്റ്റുകൾ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒന്നുകൂടെ നോക്കാം. ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുന്നത് നമ്മുടെ കാടിനെയും നമ്മുടെ കാട്ടിലെ ജീവികളെയൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നിയമമാണ്. നാഷണൽ സെക്യൂരിറ്റി ആക്ട് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള നിയമങ്ങളാണ്. അടുത്തത് ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആക്ട് എന്ന് പറയുന്നത് കുട്ടികളെ ബാലവേല നടത്തുന്നതിനെതിരായിട്ടുള്ള ഒരു നിയമമാണ്. അടുത്തതായി ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് ആണ്. അത് നമ്മുടെ പ്രകൃതി ദുരന്തങ്ങളോ ഒക്കെ ഉണ്ടാകുമ്പോൾ കൈകാര്യം ചെയ്യുന്നതിനെ പറ്റിയുള്ള ആക്റ്റാണ്. അടുത്തത് ഫുഡ് സെക്യൂരിറ്റി ആക്ട് ആണ്. അതായത് ഭക്ഷ്യ സുരക്ഷാ നിയമം എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. എല്ലാവർക്കും ആഹാര സാധനങ്ങൾ, ഭക്ഷണം കിട്ടണം എന്ന് ഉറപ്പാക്കുന്ന നിയമമാണ്. അടുത്തത് ലാൻഡ് റീഫോംസ് ആക്ട് ആണ്. അത് ഭൂപരിഷ്കരണ നിയമം എന്നാണ് അറിയപ്പെടുന്നത്. നമ്മുടെ ഭൂമിയുമായി ബന്ധപ്പെട്ട ആക്ട് ആണ്. അടുത്തത് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ആണ്. വിവരാവകാശ നിയമം എന്നാണ് അതിൻ്റെ പേര്. അടുത്തത് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് ആണ്. ബാലനീതി നിയമം എന്നാണ് അറിയപ്പെടുന്നത്. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള നിയമമാണ്. അടുത്തത് ലേബർ ലോ ആണ്. ലേബർ ലോ എന്ന് പറയുന്നത് തൊഴിൽ നിയമങ്ങളാണ്. പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് ആണ്. അഴിമതി നിരോധന നിയമമാണ്. അടുത്തതായി റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് ആണ്. വിദ്യാഭ്യാസ അവകാശ നിയമമാണ്. അടുത്തതായി എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് ആണ്. പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ നിയമങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒട്ടനവധി ആക്റ്റുകളുടെ ഒരു കൊളാഷാണ് തന്നിരിക്കുന്നത്. അത് നിങ്ങളൊന്നുകൂടെ വായിച്ചു നോക്കിക്കൊള്ളുക. ഇങ്ങനെ വിവിധ തരത്തിലുള്ള ആക്റ്റുകൾ നമുക്ക് നിലവിൽ നിൽപ്പുണ്ട്. ഈ ആക്റ്റുകളെല്ലാം നടപ്പിലാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ ഈ ആക്റ്റുകളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ ബേസ് ചെയ്തിട്ട് മാത്രമേ ഇങ്ങനെയുള്ള നിയമങ്ങൾ നിർമ്മിക്കാൻ സാധിക്കൂ എന്നുള്ളതാണ് നമ്മൾ ഇതിന് തൊട്ട് മുമ്പ് പറഞ്ഞു നിർത്തിയത്. നമ്മുടെ സോഴ്സ് ഓഫ് ലോസ് എന്നുള്ള ഭാഗത്ത് നമ്മൾ പറഞ്ഞത് അങ്ങനെ നിർമ്മിക്കപ്പെട്ട കുറച്ച് നിയമങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്ന കൊളാഷിലുള്ളത്.
അതിൻ്റെ താഴെയായിട്ട് നമുക്കൊരു ചോദ്യം തന്നിട്ടുണ്ട്. ലിസ്റ്റ് ഔട്ട് ദ ലോസ് റിലേറ്റഡ് ടു ചിൽഡ്രൻസ് റൈറ്റ്സ് മെൻഷൻഡ് ഇൻ ദ കൊളാഷ്. അപ്പോൾ ഇവിടെ കൊളാഷിൽ തന്നിരിക്കുന്നതിൽ കുട്ടികളുടെ നിയമങ്ങൾ അല്ലെങ്കിൽ കുട്ടികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് എടുത്തെഴുതാൻ ലിസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ ഒരെണ്ണം തന്നിട്ടുണ്ട്. ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആക്ട് എന്നുള്ളതാണ്. അത് കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിക്കുന്നതിനെതിരായിട്ടുള്ള നിയമമാണ്. അപ്പോൾ അത് കുട്ടികൾക്ക് ബാധകമായിട്ടുള്ളതാണ്. മറ്റ് നിയമങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് കൊളാഷിൽ ഒന്നുകൂടെ നോക്കാം. അപ്പോൾ അവിടെ നമുക്ക് തന്നിരിക്കുന്നതിൽ ഒന്ന് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് ഉണ്ട്. അതായത് ബാലനീതി വകുപ്പ് എന്ന് പറയും. അതായത് കുട്ടികൾ കുറ്റകൃത്യങ്ങൾ ഏർപ്പെട്ടാലും ഒക്കെ അവർ ഏത് രീതിയിലാണ് ശിക്ഷിക്കപ്പെടേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ആക്റ്റാണ്. അപ്പോൾ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് ഉണ്ട്. അടുത്തതായിട്ട് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് ഉണ്ട്. അത് നമ്മുടെ 6ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് എന്ന് പറയുന്നത് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം ചെയ്യുന്നതിനുള്ള അവകാശം നൽകുന്ന ഒരു ആക്റ്റാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ല, കാരണം 6ാം ക്ലാസ്സിൽ അത് പഠിച്ചതാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ മുകളിൽ തന്നിരിക്കുന്ന കൊളാഷിൽ നിന്നും നമുക്ക് എഴുതാൻ കഴിയുന്നത്. അപ്പോൾ ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആക്ട്, ജുവനൈൽ ജസ്റ്റിസ് ആക്ട്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്. പിന്നെ നമ്മുടെ പുസ്തകത്തിൽ തന്നെയുള്ള മറ്റൊരു ആക്റ്റും കൂടിയുണ്ട്. അതാണ് പോക്സോ ആക്ട് എന്ന് പറയുന്നത്. ആ ആക്റ്റും കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ആക്റ്റാണ്. അപ്പോൾ അതും കൂടെ നമുക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് ചേർക്കാം. അപ്പോൾ 4 എണ്ണമാണ് കുട്ടികളെ സംബന്ധിക്കുന്ന ആക്റ്റുകളായിട്ട് നമുക്ക് ഈ പാഠത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതൊന്നുകൂടെ പറയാം. ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആക്ട്, ജുവനൈൽ ജസ്റ്റിസ് ആക്ട്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്, പോക്സോ ആക്ട്. അടുത്തതായി നമുക്കുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അതാണ് പോക്സോ ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഭാഗം. അപ്പോൾ പോക്സോ ആക്ട് എന്താണെന്നും അതിൻ്റെ പോക്സോയുടെ പൂർണ്ണമായ പേരുമാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. പോക്സോ എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് 2012 എന്നാണ് അതിൻ്റെ പൂർണ്ണമായ പേര്. അപ്പം പോക്സോയുടെ പൂർണ്ണമായ പേര് പഠിക്കണം. പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് 2012. അപ്പോൾ കുട്ടികളെ സെക്ഷൽ ഒഫൻസിൽ നിന്നും രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും കുട്ടികൾക്കെതിരെയുള്ള സെക്ഷൽ വയലൻസിന് എഗനസ്റ്റ് ആയിട്ടുള്ള ഒരു ആക്റ്റാണ് ഈ പോക്സോ ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിലേക്ക് കടക്കാം. ഇതാ 1989 കൺവെൻഷൻ ഓൺ ദ റൈറ്റ് ഓഫ് ദ ചൈൽഡ് എയിംസ് ടു പ്രിവെൻറ്റ് സെക്ഷൽ violence against children and to ensure appropriate punishment to the perpetrators. എന്ന് പറഞ്ഞാൽ നമ്മുടെ 1989 കൺവെൻഷൻ പ്രകാരം കുട്ടികളുടെ നേരെയുള്ള സെക്ഷൽ വയലൻസ് ആയിട്ടുള്ള, അതായത് ലൈംഗിക അതിക്രമങ്ങൾ, അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയും അതിനെതിരെയുള്ള ഒരു നിയമമാണ്. അതിൻ്റെ കുറ്റവാളികളെ ശിക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി പരമാവധി ശിക്ഷ അല്ലെങ്കിൽ നല്ല മാതൃകാപരമായ ശിക്ഷ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിയമമാണ് നമ്മുടെ പോക്സോ ആക്ട് എന്ന് പറയുന്നത്. അത് പോക്സോ 2012 എന്നാണ് അറിയപ്പെടുന്നത്. അതിൻ്റെ ബാക്കിയായിട്ടുള്ളത് പോക്സോ 2012 is an act enacted to implement the rights guaranteed by the Constitution of India, incorporating child-friendly measures without gender discrimination. അപ്പോൾ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെ, അതായത് ലിംഗവിവേചനം ഇല്ലാതെ, ആണെന്നോ പെണ്ണെന്നോ ഉള്ള വിവേചനമില്ലാതെ കുട്ടികൾക്കെതിരെ നടക്കുന്ന ലൈംഗിക കുറ്റകൃത്യങ്ങൾക്കെതിരെ പരമാവധി ശിക്ഷ നൽകുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്ന, നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടി, ഭരണഘടനയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അത് നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടി തയ്യാറാക്കപ്പെട്ടിട്ടുള്ള നിയമമാണ് പോക്സോ 2012, പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ് ആക്ട് 2012. അപ്പോൾ ഒന്നുകൂടെ പറയാം. പോക്സോ 2012 is an act enacted to implement the rights guaranteed by the Constitution of India, incorporating child-friendly measures without gender discrimination. ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെ, ലിംഗവിവേചനം ഇല്ലാതെ എല്ലാ കുട്ടികൾക്കും കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്ന അവകാശമായ അവർക്കെതിരെയുള്ള ലൈംഗിക കുറ്റങ്ങൾക്കെതിരെയുള്ള പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തയ്യാറാക്കപ്പെട്ട നിയമമാണ് പോക്സോ നിയമം എന്ന് പറയുന്നത്. The law considers all under the age of 18 as child. അതായത് ഈ നിയമപ്രകാരം 18 വയസ്സിൽ താഴെയുള്ള എല്ലാവരും എന്താണ്? കുട്ടികളാണ്. അപ്പോൾ കുട്ടികൾ എന്നുള്ള നിർവചനം എന്ന് പറയുന്നത് 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ്. അപ്പോൾ 18 വയസ്സിൽ താഴെയുള്ള ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ ഏതൊരാളും ഈ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്ന ആളുകളാണ്.
ഇനി ഈ നിയമം എന്താണെന്നാണ് അടുത്ത ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. അതായത് നമുക്ക് ഭയമില്ലാതെ സുരക്ഷിതത്തോടു കൂടി നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ജീവിക്കണം. ഓരോ കുട്ടികൾക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട്. അവർക്ക് ഇഷ്ടമല്ലാത്ത അല്ലെങ്കിൽ അവർക്ക് അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നുന്ന ടച്ചുകൾ, ലുക്ക്, ആക്ഷൻ എക്സെട്ര എന്ന് വെച്ചാൽ അവർക്ക് കുട്ടികളോട് അൺകംഫർട്ടബിൾ ആയിട്ടുള്ള കുട്ടികൾക്ക് ഒരു അസ്വസ്ഥത ഉണ്ടാകുന്ന രീതിയിലുള്ള തൊടുക, അതല്ലെങ്കിൽ അങ്ങനെ നോക്കുക, അങ്ങനെയുള്ള ആക്ഷൻസ് കാണിക്കുക, ഇതെല്ലാം ഈ നിയമത്തിൻ്റെ ഭാഗമായിട്ട് തെറ്റാണ്. അങ്ങനെ ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവരോട് നോ എന്ന് പറയുന്നതിനുള്ള അധികാരമുണ്ട്. അവരോട് നമുക്ക് നോ എന്ന് പറയണം. അതിനെതിരെ നമുക്ക് പരാതി കൊടുക്കാനുള്ള സൗകര്യമുണ്ട്. അങ്ങനെ പരാതി കൊടുക്കാനുള്ള സൗകര്യം എന്താണെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ പരാതി കൊടുക്കുന്നതിന് വേണ്ടി ദ ലോ സ്റ്റേറ്റ്സ് ദാറ്റ് കേസസ് ഓഫ് സെക്ഷൽ അസൾട്ട് are to be reported to the special juvenile police unit or the local police. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റിലോ അല്ലെങ്കിൽ നമ്മുടെ ലോക്കൽ പോലീസ്, നമ്മുടെ ചുറ്റുപാടുമുള്ള പോലീസ് സ്റ്റേഷനിലോ നമുക്കിത് പരാതിപ്പെടാം. അത് അണ്ടർ സെക്ഷൻ 19 ആണ്, അതായത് സെക്ഷൻ 19 പ്രകാരമാണ് അപ്പോൾ നമുക്കിങ്ങനെ പരാതിപ്പെടാൻ സാധിക്കുന്നത്. അങ്ങനെ നമ്മൾ പരാതിപ്പെടുമ്പോൾ അത് ഹാൻഡിൽ ചെയ്യപ്പെടുന്ന ഓഫീസർ, അതാണ് ഓഫീസേഴ്സ് ഹാൻഡിലിംഗ് പോക്സോ കേസസ് ആർ നോൺ ആസ് ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ. അതായത് ഈ പോക്സോ കേസുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന പോലീസ് ഓഫീസറെ അറിയപ്പെടുന്ന പേരാണ്, അതിൻ്റെ ഓഫീസറെ അറിയപ്പെടുന്ന പേരാണ് ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസേഴ്സ്, CWPO. അപ്പോൾ നമുക്ക് അവിടെ രണ്ട് കാര്യങ്ങൾ പഠിക്കണം. ദ ലോ സ്റ്റേറ്റ്സ് ദാറ്റ് cases of sexual assault are to be reported under section 19 to the special juvenile police unit or the local police. അപ്പോൾ നമുക്ക് ഈ പോക്സോ പ്രകാരം എങ്ങനെയാണ് പരാതി കൊടുക്കേണ്ടത്, എവിടെയാണ് പരാതി കൊടുക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കൃത്യമായി നമുക്ക് മറുപടി അറിയണം. സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റിലോ ലോക്കൽ പോലീസിലോ നമുക്ക് പരാതി കൊടുക്കാം. അത് അണ്ടർ സെക്ഷൻ 19 ആണ്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം സെക്ഷൻ 19 പെടുന്ന ഭാഗമാണ്. അത് കൈകാര്യം ചെയ്യുന്ന പോലീസ് ഓഫീസറെ അറിയപ്പെടുന്നത് ദി ഓഫീസേഴ്സ് ഹാൻഡ്ലിംഗ് പോക്സോ കേസസ് ആർ നോൺ ആസ് ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ. അപ്പം CWPO എന്നറിയപ്പെടുന്ന ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസേഴ്സാണ് ഇത് ഹാൻഡിൽ ചെയ്യപ്പെടുന്നത്, ഈ കേസുകൾ. അടുത്തതായി നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിലെ ബാലാവകാശ സംരക്ഷണ കമ്മീഷനുണ്ട്. അവർ ഈ പോക്സോ നിയമത്തിൻ്റെ 44-ാം വകുപ്പ് പ്രകാരം നമ്മൾ ഇതിനെ ഒരു നിരീക്ഷണ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതായത് പോക്സോ കേസുകളുടെ ഒരു നിരീക്ഷണ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് പറഞ്ഞിരിക്കുന്നത്. ദ കേരള സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് ഹാസ് സെറ്റ് അപ്പ് എ മോണിറ്ററിംഗ് സിസ്റ്റം, അതാണ് പോക്സോ മോണിറ്ററിംഗ് സെൽ എന്നറിയപ്പെടും, അണ്ടർ സെക്ഷൻ 44 ഓഫ് ദ പോക്സോ ആക്ട്. അതായത് പോക്സോ ആക്ട് പ്രകാരം, പോക്സോ നിയമപ്രകാരം കേരള സ്റ്റേറ്റിൻ്റെ ബാലാവകാശ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്, ബാലാവകാശങ്ങളുടെ സംരക്ഷിക്കപ്പെടുന്ന അതിന് വേണ്ടിയിട്ടുള്ള ബാലാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടാനുള്ള കമ്മീഷനിൽ ഇതിൻ്റെ ഒരു മോണിറ്ററിംഗ് സെല്ലുണ്ട്. അതായത് പോക്സോ കേസുകളുടെ ഒരു മോണിറ്ററിംഗ് സെല്ല് രൂപീകരിച്ചിട്ടുണ്ട്. ഈ ആക്ടിൻ പ്രകാരം ഇതിൻ്റെ പോക്സോ കേസിൽ ഉൾപ്പെടുന്ന ആളുകൾക്ക് പരമാവധി ശിക്ഷ, നല്ല ശിക്ഷ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നിയമങ്ങളും ഇതിനകത്ത് ഏർപ്പാടാക്കിയിട്ടുണ്ട്. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമമാണ് പോക്സോ നിയമം. അതിനെപ്പറ്റി നിങ്ങൾ വ്യക്തമായി ധാരണ നിങ്ങൾ ഉണ്ടായി കാണും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പോക്സോ നിയമപ്രകാരം നമ്മളോട് നേരെയുള്ള നമുക്കിഷ്ടപ്പെടാത്ത അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നുന്ന ടച്ചോ അല്ലെങ്കിൽ ആക്ഷനോ അതല്ലെങ്കിൽ നോട്ടമോ ഒക്കെ നമുക്ക് നോ എന്ന് പറഞ്ഞ് അത് ഒഴിവാക്കാം. ഇതിന് കേസ് കൊടുക്കാനുള്ള വകുപ്പുകളുണ്ട്. അപ്പോൾ അവർക്ക് പരമാവധി ശിക്ഷ, നല്ല ശിക്ഷ ലഭിക്കാനുള്ള വകുപ്പുകളുണ്ട്. ഇത് ഹാൻഡിൽ ചെയ്യുന്നതിന് അതിന് വേണ്ടി മാത്രമുള്ള പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. ഇത് മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. ഇതിനുശേഷം നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് കടക്കാം. അടുത്തതായി ഫങ്ഷൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ഭാഗമാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫങ്ഷൻസ് ഏതൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ അതിൻ്റെ ഫങ്ഷൻസ് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തേത് ഫങ്ഷൻ എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ് ദ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് സിറ്റിസൺ. അപ്പോൾ നമ്മുടെ ഒരു പൗരൻ്റെ, നമ്മുടെ ഇന്ത്യയിലെ ഒരു പൗരൻ്റെ അവകാശങ്ങളും കടമകളും, അതാണ് റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. അവകാശങ്ങളും ഉണ്ട്, കടമകളും ഉണ്ട്. നമുക്ക് അതെല്ലാം സംരക്ഷിക്കപ്പെടുന്നു അല്ലെങ്കിൽ സ്ഥാപിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ്. എസ്റ്റാബ്ലിഷ് ദ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് സിറ്റിസൺ. അടുത്തതായിട്ട് ഡിഫൈൻസ് ആൻഡ് ഡീലിമിറ്റ്സ് ദ പവേഴ്സ് ഓഫ് ദ ഗവൺമെൻറ്. ഒരു ഗവൺമെൻറ്റിന് എവിടെ വരെയുള്ള പവേഴ്സ് ഉണ്ട്, എവിടെ വരെയാണ് അവരുടെ അധികാരമുള്ളത് എന്ന് ഡിഫൈൻ ചെയ്യുകയും അതുപോലെ അവർക്ക് എന്തൊക്കെ പരിമിതികളാണ്, എന്തൊക്കെ ഡീലിമിറ്റ്സ് ആണ് ഉള്ളത് എന്നും ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് രണ്ടാമത്തെ പോയിന്റ്, ഡിഫൈൻസ് ദ ഡീലിമിറ്റ്സ് ആൻഡ് പവേഴ്സ് ഓഫ് ദ ഗവൺമെൻറ്. മൂന്നാമത്തെ പോയിന്റ്
ഡിഫൈൻസ് ദ ബേസിക് വാല്യൂസ് ആൻഡ് ഐഡിയൽസ് ഓഫ് ദ നേഷൻ. നമ്മുടെ രാജ്യത്തിൻ്റെ അടിസ്ഥാനപരമായ മൂല്യങ്ങളും ആദർശങ്ങളും, അതാണ് നമ്മുടെ ബേസിക് വാല്യൂസ് ആൻഡ് ഐഡിയൽസ് എന്ന് പറഞ്ഞാൽ. അടിസ്ഥാനപരമായ മൂല്യങ്ങളും ആദർശങ്ങളും ഒക്കെ നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. എങ്ങനെയാണ് എന്താണ് നമ്മുടെ രാജ്യത്തിൻ്റെ അടിസ്ഥാനപരമായ മൂല്യങ്ങൾ, ആശയങ്ങൾ എന്നൊക്കെയാണ് നിർവചിച്ചിരിക്കുന്നത്. അപ്പോൾ ഡിഫൈൻസ് ദ ബേസിക് വാല്യൂസ് ആൻഡ് ഐഡിയൽസ് ഓഫ് ദ നേഷൻ. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് എൻഷുവേഴ്സ് ദാറ്റ് ഓൾ ദ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റംസ് ഓഫ് ദ കൺട്രി ഫങ്ഷൻസ് അക്കോർഡിംഗ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ രാജ്യത്തെ എല്ലാ ഭരണ സംവിധാനങ്ങളും നമ്മുടെ ഭരണഘടനയ്ക്ക്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന് വിധേയമായിട്ട് മാത്രമാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുന്നു. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അനുസരിച്ച് മാത്രമാണ് രാജ്യത്തിൻ്റെ മുഴുവൻ ഭരണ സംവിധാനങ്ങളും പ്രവർത്തിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുന്നു. അപ്പോൾ അതാണ് ആ പോയിന്റ്. എൻഷുവേഴ്സ് ദാറ്റ് all the administrative systems of the country functions according to the constitution. അടുത്തത് it stands as the fundamental document that directions to the nation. അതായത് നമ്മുടെ ഒരു ദിശാബോധം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള അടിസ്ഥാന രേഖയാണ്, ഫണ്ടമെന്റൽ ഡോക്യുമെന്റ് ആണ്. it stands as the fundamental document that directs the nation. അടുത്തതായിട്ട് acts as safeguard against the tyranny ആൻഡ് അബ്യൂസ് ഓഫ് പവർ. അതായത് നമ്മുടെ രാജ്യം സ്വേച്ഛാധിപത്യത്തിലേക്കും അധികാര ദുർവിനിയോഗത്തിലേക്കും ഒക്കെ പോകാതെ സംരക്ഷിച്ച് നിർത്തുന്നത് നമ്മുടെ ഭരണഘടനയാണ്. അതാണ് പറഞ്ഞിരിക്കുന്നത്. ടിറണി എന്ന് പറയുന്നത് സ്വേച്ഛാധിപത്യം ആണ്. അതുപോലെ അബ്യൂസ് ഓഫ് പവർ എന്ന് പറയുന്നത് അധികാര ദുർവിനിയോഗമാണ്. അപ്പോൾ നമ്മുടെ സ്വേച്ഛാധിപത്യത്തിലേക്കും അധികാര ദുർവിനിയോഗത്തിലേക്കും ഒക്കെ പോകാതെ അതിനെ സേഫ് ഗാർഡ് ചെയ്യുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ ആക്ട്സ് ആ സേഫ് ഗാർഡ് എഗനസ്റ്റ് ടിറണി ആൻഡ് അബ്യൂസ് ഓഫ് പവർ. ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് പ്രിസർവിങ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. നാനാത്വത്തിൽ ഏകത്വം എന്നാണ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ. നമ്മുടെ രാജ്യത്ത് പലതരത്തിലുള്ള വേഷമുണ്ട്, ഭക്ഷണ രീതികളുണ്ട്, സംസ്കാരങ്ങളുണ്ട്, ഭാഷകളുണ്ട്, അങ്ങനെ പല വ്യത്യസ്തമായ രീതിയിലുള്ളതാണ്. അതാണ് നാനാത്വത്തിൽ ഏകത്വം. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള രീതിയാണെങ്കിലും നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ് എന്നുള്ളതാണ് അതിൻ്റെ പ്രാധാന്യം. അപ്പോൾ അങ്ങനെ നാനാത്വത്തിൽ ഏകത്വം എന്നുള്ളത് നമ്മളിവിടെ സംരക്ഷിക്കപ്പെടുന്നു. അങ്ങനെ നമുക്ക് 7 പോയിന്റുകളാണ് തന്നിരിക്കുന്നത്, 7 ഫങ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. നിർബന്ധമായിട്ടും പഠിക്കേണ്ട ഭാഗമാണ്, പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യത വളരെ കൂടിയ ഭാഗമാണ്. അടുത്തതായി പ്രിപ്പയർ പ്ലക്കാർഡ്സ് എന്നുള്ള ഭാഗമാണ്. നിങ്ങൾക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഭാഗമാണ്. അത് പ്ലക്കാർഡുകൾ നിർമ്മിക്കുക. നമ്മൾ ഇതുവരെ പഠിച്ച കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കാര്യങ്ങളെല്ലാം ചേർത്തുകൊണ്ട് ഒരു പ്ലക്കാർഡ് നിർമ്മിക്കുക എന്നുള്ളതാണ്. അവിടെ മാതൃകയായിട്ട് മോഡലായിട്ട് ഒരെണ്ണം തന്നിട്ടുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ ഗാർഡിയൻ ഓഫ് സിവിൽ റൈറ്റ്സ്. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് പൗരാവകാശങ്ങളുടെ ഒരു രക്ഷകർത്താവാണ് എന്നാണ് അവിടെ തന്നിരിക്കുന്നത്. അതുപോലെ നിങ്ങൾക്കും ഇതുപോലെയുള്ള സെൻറ്റൻസുകൾ ചേർത്ത് പ്ലക്കാർഡുകൾ നിർമ്മിക്കാം. നമ്മുടെ പാഠത്തിൻ്റെ പേര് തന്നെ ഒരു പ്ലക്കാർഡായിട്ട് ഉപയോഗിക്കാം. കോൺസ്റ്റിറ്റ്യൂഷൻ പാത്ത് ആൻഡ് ഗൈഡിങ് ലൈറ്റ്സ് എന്നാണ് നമ്മുടെ പാഠത്തിൻ്റെ പേര്. അപ്പോൾ അത് കോൺസ്റ്റിറ്റ്യൂഷനാണ് നമ്മുടെ വഴികാട്ടിയും എന്നാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ നിങ്ങൾക്ക് പ്ലക്കാർഡുകൾ നിർമ്മിക്കാം. 4 എണ്ണം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നിങ്ങളുടെ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ഉൾപ്പെടുത്തി ഫങ്ഷൻസും മറ്റു കാര്യങ്ങളും കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മറ്റു കാര്യങ്ങളും എല്ലാം ഓർത്ത് വെച്ചുകൊണ്ട് പ്ലക്കാർഡുകൾ നിർമ്മിക്കുക. അടുത്തതായി ചേഞ്ച് ആൻഡ് സെറ്റ് റൈറ്റ് എന്നുള്ള ഭാഗമാണ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ചേഞ്ചസ് വരുത്തുന്നതും അതിൻ്റെ പുതിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നതും ഒക്കെ എങ്ങനെയാണെന്നുള്ളതാണ്. അതിനെ നമുക്ക് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അമെൻമെൻ്റ് എന്ന് പറയാം, ഭേദഗതി എന്ന് പറയാം. അതിൻ്റെ ഒരു പിക്ചറാണ് നമുക്ക് തന്നിരിക്കുന്നത്. ആ പിക്ചറിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നത് മുതൽ ഇന്ന് വരെയുള്ള അമെൻമെൻറ്റുകളെ പറ്റിയുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ പിക്ചറിലേക്ക് നമുക്കൊന്ന് കിടക്കാം. അതിലെ ആദ്യ പോയിൻ്റായിട്ട് നമുക്ക് തന്നിരിക്കുന്നത് 26th January 1950 ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ കെയിം ഇൻ ടു ഫോഴ്സ്. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ കെയിം ഇൻ ടു ഫോഴ്സ്, അതായത് നിലവിൽ വന്നത് എന്ന് പറയുന്നത് January 26 ആണ്, 1950 ആണ്. അപ്പോൾ അവിടെ തൊട്ടാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആരംഭിക്കുന്നത്, അതിൻ്റെ യാത്ര ആരംഭിക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇങ്ങോട്ട് വന്നാൽ അമെൻമെൻറ്റ് 1 എന്ന് കാണാം. അമെൻമെൻറ്റ് 1 എന്ന് പറയുന്നത് ഒന്നാമത്തെ ഭേദഗതി. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ചെയ്തിട്ടുണ്ട്, അതിനകത്തൊരു ഭേദഗതികൾ, മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിലെ ഒന്നാമത്തെ അമെൻമെൻറ്റ് എന്ന് പറയുന്നത് 1951 അതിലെ അമെൻമെൻ്റായിട്ട് പറഞ്ഞിരിക്കുന്നത് ദ നമ്പർ ഓഫ് ഷെഡ്യൂൾസ് ഇൻക്രീസ്ഡ് ഇൻ 9. അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഷെഡ്യൂളുകളുടെ എണ്ണം 9 വർദ്ധിപ്പിക്കുകയാണ് ഒന്നാമത്തെ അമെൻമെൻറ്റ് ചെയ്തിരിക്കുന്നത്.
ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു അമെൻമെൻറ്റ് വന്നിരിക്കുന്നത് അമെൻമെൻറ്റ് 42 ആണ്. 1976 അമെൻമെൻറ്റ് 42 ഉള്ളത്. അവിടെ പറഞ്ഞിരിക്കുന്നത് സോഷ്യലിസം, സെക്യുലറിസം ആൻഡ് ഇൻറ്റഗ്രിറ്റി വെയർ ആഡഡ്. അതായത് മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നീ കാര്യങ്ങളൊക്കെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ചേർത്തത് ഈ പറയുന്ന 42ാമത്തെ അമെൻമെൻറ്റിലാണ്. 1976 42nd അമെൻമെൻറ്റ് പ്രകാരം സോഷ്യലിസം, സെക്യുലറിസം ആൻഡ് ഇൻറ്റഗ്രിറ്റി വെയർ ആഡഡ്. അടുത്തതായി നമ്മുടെ 44th അമെൻമെൻ്റ് ആണ്. അത് 1978 ദ റൈറ്റ് ടു പ്രോപ്പർട്ടി ഈസ് നോ ലോങ്ങർ എ ഫണ്ടമെൻ്റൽ റൈറ്റ്. അതായത് സ്വത്തവകാശം നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ് അല്ലാതാക്കി മാറ്റി, നമ്മുടെ മൗലികാവകാശം അല്ലാതാക്കി മാറ്റി. അപ്പോൾ നേരത്തെ നമുക്ക് സ്വത്തവകാശം മൗലികാവകാശമായിരുന്നു, ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിരുന്നു. ഈ അമെൻമെൻറ്റ് പ്രകാരം 1978 നടന്ന ഈ അമെൻമെൻറ്റ് പ്രകാരം നമ്മുടെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, സ്വത്തവകാശം എന്ന് പറയുന്നത് നമുക്ക് എന്തില്ല, ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് അല്ലാതെ ആയി മാറി. അടുത്തായി അമെൻമെൻറ്റ് 73 ആൻഡ് 74 ആണ്. ഇത് പ്രകാരം 1992 നടന്ന ഈ അമെൻമെൻറ്റ് പ്രകാരം പഞ്ചായത്തി രാജ് മുനിസിപ്പൽ കോർപ്പറേഷൻ ആക്ട് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ഈ അമെൻമെൻറ്റ് പ്രകാരം നമ്മുടെ മുനിസിപ്പാലിറ്റികളുടെയും പഞ്ചായത്തി രാജും ഒക്കെ നിയമങ്ങൾ ഭേദഗതി ചെയ്യപ്പെട്ട ആക്റ്റാണ് ആക്ട് അമെൻമെൻറ്റ് 73-74. അടുത്തതായി അമെൻമെൻറ്റ് 86 ആണ്. 2002 നടന്ന ഈ അമെൻമെൻറ്റ് പ്രകാരം എഡ്യൂക്കേഷൻ ബിക്കം എ ഫണ്ടമെൻ്റൽ റൈറ്റ്, വിദ്യാഭ്യാസം നമ്മുടെ ഒരു മൗലിക അവകാശമായിട്ട് മാറി. അപ്പോൾ അമെൻമെൻറ്റ് 86 പ്രകാരം എഡ്യൂക്കേഷൻ ബിക്കം എ ഫണ്ടമെൻ്റൽ റൈറ്റ്. അടുത്തതായി അമെൻമെൻറ്റ് 101 ആണ്. 101ാമത്തെ അമെൻമെൻറ്റ് എന്ന് പറയുന്നത് 2014 നടന്നത്. അത് ഗുഡ്സ് ആൻഡ് സർവീസ് ആക്ട് ആണ്. GST എന്നറിയപ്പെടും. നമ്മുടെ ടാക്സിനെ സംബന്ധിച്ചുള്ള നിയമമാണ്. നമ്മുടെ നികുതിയെ പിരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമമാണ് ഇത്. അപ്പം ഗുഡ്സ് ആൻഡ് സർവീസ് ആക്ട് ആണ് 101ാമത്തെ അമെൻമെൻറ്റ്. അടുത്തത് നമുക്ക് എഴുതാനായിട്ട് തന്നിരിക്കുകയാണ് റൈറ്റ് അബൌട്ട് ദ ലേറ്റസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ഹിയർ. അതായത് ഏറ്റവും അവസാനം നടന്ന നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് എന്താണ് എന്ന് അവിടെ എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതപ്പോൾ നമുക്ക് അവിടെ എഴുതി ചേർക്കാം. അപ്പോൾ അമെൻമെൻറ്റ് 106 ആണ് ലേറ്റസ്റ്റ് അമെൻമെൻറ്റ്. 106ാമത്തേതാണ് നമ്മുടെ ഏറ്റവും പുതിയ അമെൻമെൻറ്റ് എന്ന് പറയുന്നത്. ആ അമെൻമെൻറ്റ് പ്രകാരം നമ്മുടെ വനിതകൾക്ക് ലോക്സഭയിലും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലും അതേപോലെ തന്നെ ക്യാപിറ്റൽ നാഷണൽ ടെറിട്ടറി ആയിട്ടുള്ള നമ്മുടെ ഡൽഹിയിലും ഒക്കെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്കും ഒക്കെയുള്ള ഇലക്ഷനിൽ വനിതകൾക്ക് 33% സീറ്റുകൾ സംവരണം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ സംവരണമാക്കിയിട്ടുള്ളതാണ് നിയമമാണ് നമ്മുടെ 106ാമത്തെ അമെൻമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പം റിസർവ് 33% ഓഫ് ഓൾ സീറ്റ്സ് ഫോർ വിമൻ in the Lok Sabha, state legislative assemblies and the legislative assembly of National Capital Territory of Delhi. Reserves 33% of all seats for women in the Lok Sabha, state legislative assemblies and the legislative assembly of National Capital Territory of Delhi. അതാണ് നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അമെൻമെൻറ്റ് 106. അടുത്തതായി ഇതിനെ ബേസ് ചെയ്ത് നമുക്ക് ഇവിടെ 6 ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. ആ ചോദ്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് വിച്ച് ഐഡിയാസ് വെയർ ന്യൂലി ആഡഡ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ 1976. അപ്പോൾ 1976 എന്തൊക്കെ ഐഡിയാസ് ആണ് പുതിയതായിട്ട് ഉൾപ്പെടുത്തിയത്? അത് സോഷ്യലിസം, സെക്യുലറിസം ആൻഡ് ഇൻറ്റഗ്രിറ്റി വെയർ ആഡഡ്. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ. അത് അമെൻമെൻറ്റ് 42 ആണ്. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം ഇൻ വിച്ച് ഇയർ ഡിഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ ഇന്ത്യ കെയിം ഇൻ ടു ഫോഴ്സ്. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ കെയിം ഇൻ ടു ഫോഴ്സ് എന്ന് പറയുന്നത് ഏത് വർഷമാണ് സംഭവിച്ചത് എന്ന്. അത് 1950 ജാനുവരി 26 ആണ്. അതാണ് അതിൻ്റെ ആൻസർ. തേർഡ് ക്വസ്റ്റ്യൻ വാട്ട് വാസ് ദ ഫസ്റ്റ് അമെൻമെൻറ്റ് മെയ്ഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഇൻ വിച്ച് ഇയർ. അതായത് ആദ്യത്തെ അമെൻമെൻറ്റ് നടത്തിയത് ഏത് വർഷമാണ്, അത് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് അമെൻമെൻറ്റ് നടത്തുന്നത് 1951 ദ നമ്പർ ഓഫ് ഷെഡ്യൂൾസ് ഇൻക്രീസ്ഡ് ടു 9. ഷെഡ്യൂളുകളുടെ എണ്ണം 9 വർദ്ധിപ്പിച്ചു. അടുത്ത ചോദ്യം ഹൗ ലോങ് ഡിഡ് ദ റൈറ്റ് ടു പ്രോപ്പർട്ടി റിമെയിൻസ് എ ഫണ്ടമെൻ്റൽ റൈറ്റ് ഇൻ ഇന്ത്യ.
അപ്പോൾ എന്ന് വരെയാണ് നമ്മുടെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിട്ട് മാറിയിരുന്നത് എന്ന് വരെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള മാറ്റം ഉണ്ടായത് അമെൻമെൻറ്റ് 44-ലാണ്. 1978 ആണ് അതിൻ്റെ ആൻസർ. അടുത്ത ചോദ്യം, ഈസ് എഡ്യൂക്കേഷൻ എ ഫണ്ടമെൻ്റൽ റൈറ്റ് ഇൻ ഇന്ത്യ സിൻസ് വെൻ? അതായത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആണ്, നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ് ആണ്. അത് എന്ന് മുതലാണ് നിലവിൽ വന്നത് എന്ന് ചോദിച്ചാൽ 2002 ആണ്. 2002 മുതൽ എഡ്യൂക്കേഷൻ ബിക്കം എ ഫണ്ടമെൻ്റൽ റൈറ്റ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ടൈംസ് ഹാസ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ബീൻ അമെൻമെൻറ്റഡ് സോ ഫാർ? അതായത് ഇതുവരെ എത്ര അമെൻമെൻറ്റുകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ചോദ്യം. അതിൻ്റെ ഉത്തരം നമ്മൾ മുമ്പേ പറഞ്ഞു കഴിഞ്ഞു. ലാസ്റ്റ് അമെൻമെൻറ്റ് നടത്തിയിരിക്കുന്നത് 106-ാമത്തെ അമെൻമെൻ്റ് ആണ്. അപ്പോൾ 106 ആണ് അതിൻ്റെ ആൻസർ. അപ്പോൾ നമ്മൾ അമെൻമെൻറ്റിൻ്റെ അവസാന ഭാഗത്തിലേക്ക് കടക്കുകയാണ്. അമെൻമെൻറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് മേക്കിംഗ് ചേഞ്ചസ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് പെർ ദ ചേഞ്ചിങ് സോഷ്യൽ ഡിമാൻഡ്സ്. അതായത് നമ്മുടെ അമെൻമെൻറ്റ് എന്ന് പറയുന്നത് കാലാനുസൃതമായി നമ്മുടെ ഭരണഘടനയിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഭരണഘടന നിലവിൽ വന്നത് തന്നെ 1950-ലാണ്. അപ്പോൾ അതിനുശേഷം ഇങ്ങോട്ട് നമ്മുടെ കാലം മാറുന്നതനുസരിച്ച് നമ്മുടെ ഭരണഘടനയിൽ അതിൻ്റേതായ മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ട് വരും. അങ്ങനെ നമ്മുടെ സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് അത് പരിഗണിച്ചുകൊണ്ട് നമ്മുടെ ഭരണഘടനയിൽ വരുന്ന മാറ്റങ്ങളെയാണ് അല്ലെങ്കിൽ വരുത്തുന്ന മാറ്റങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അമെൻമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയാം, അമെൻമെൻറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് മേക്കിംഗ് ചേഞ്ചസ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് പെർ ദ ചേഞ്ചിങ് സോഷ്യൽ ഡിമാൻഡ്സ്. നമ്മുടെ സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കോൺസ്റ്റിറ്റ്യൂഷനിൽ മാറ്റങ്ങൾ വരുത്തുന്നതിനെയാണ് അമെൻമെൻറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ബാക്കിയായിട്ട് പറഞ്ഞാൽ the constitution itself explains how amendments can be made. അപ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ പറയുന്നുണ്ട് അതെങ്ങനെ അമെൻമെൻറ്റ് ചെയ്യണം. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലാണ് അത് അമെൻമെൻറ്റിനെ പറ്റി പറയുന്നത്. അത് പറഞ്ഞിരിക്കുന്ന രീതിയിൽ മാത്രമേ നമുക്ക് അമെൻമെൻറ്റുകൾ നടത്താൻ പറ്റൂ. അതാണ് അവിടെ പറയുന്നത്. the constitution itself explains how amendments can be made. ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, according to Article 368, Parliament has the power to amend the Constitution, but the basic structure of the Constitution should not be amended. അതായത് ആർട്ടിക്കിൾ 368 പ്രകാരം പാർലമെൻറ്റിനാണ് ഇതിനുള്ള പവർ ഉള്ളത്. കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ചെയ്യാനുള്ള പവർ ഉള്ളത് പാർലമെൻറ്റിനാണ്. പക്ഷേ അവിടെ ഒരു കുഴപ്പമുണ്ട്. അത് പറഞ്ഞിരിക്കുന്നത് ബേസിക് സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഷുഡ് നോട്ട് ബി അമെൻമെൻറ്റഡ് എന്ന് വെച്ചാൽ അതിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അടിസ്ഥാന തത്വങ്ങൾ ഒരിക്കലും അമെൻമെൻറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അമെൻമെൻറ്റിനെ പറ്റി ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. അമെൻമെൻറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് മേക്കിംഗ് ചേഞ്ചസ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് പെർ ദ ചേഞ്ചിങ് social demands. The Constitution itself explains how amendments can be made. According to Article 368, Parliament has the power to amend the Constitution, but the basic structure of the Constitution should not be amended. അടുത്തതായി നമുക്ക് കുറച്ച് എക്സ്റ്റെൻഡഡ് റീഡിങ്ങിനായിട്ടുള്ള ഭാഗമാണ് തന്നിരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത് ഡു നോട്ട് ഷേക്ക് ദ ഫൗണ്ടേഷൻ എന്നാണ്. നമ്മുടെ ഫൗണ്ടേഷനെ ഷേക്ക് ചെയ്യരുത്, അടിത്തറ ഇളക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയാം. 1973 കാസർഗോഡ് ഇടനീർ മഠത്തിലെ അധിപതിയായിരുന്ന കേശവാനന്ദ ഭാരതി കേരള സർക്കാരിനെതിരെ നൽകിയ ഒരു കേസുണ്ടായിരുന്നു. ആ കേസിന് സുപ്രീം കോടതിയുടെ ഒരു വിധിയാണ് വന്നിരുന്നു. ആ സുപ്രീം കോടതി വിധിച്ച ആ ഒരു വാക്കാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, ഡു നോട്ട് ഷേക്ക് ദ ഫൗണ്ടേഷൻ. അതായത് ഭരണഘടനയുടെ അടിത്തറ ഇളക്കരുത്. അതിൻ്റെ അടിത്തറ ഇളക്കി കഴിഞ്ഞാൽ ആ ഭരണഘടന കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന എന്താണോ അത് പിന്നീട് നടപ്പിലാക്കാൻ കഴിയാതെ വരും. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ എ ഫണ്ടമെൻ്റൽ റൈറ്റ്, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു മൗലിക അവകാശമാണ് എന്നുള്ളത് അത് നമുക്കെല്ലാവർക്കും അറിയാം. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നമ്മൾ ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഒരു നിയമം നമ്മൾ പാസ്സാക്കിയിട്ടുണ്ട്. അതിന് പ്രകാരം എല്ലാ കുട്ടികളെയും നിർബന്ധമായും വിദ്യാഭ്യാസം ചെയ്യിച്ചിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് ആ ഭാഗത്തെ പറഞ്ഞിരിക്കുന്നത്. അടുത്തതായി മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഭാഗമാണ്. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് 42nd കോൺസ്റ്റിറ്റ്യൂഷനാണ്. 1976 നടന്ന 42nd കോൺസ്റ്റിറ്റ്യൂഷനിലെ നമ്മുടെ സോഷ്യലിസം, സെക്യുലറിസം ആൻഡ് ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്ന ഭാഗം, അങ്ങനെയുള്ള ഭാഗം കൂടി ഇവിടെ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട കുറേയധികം മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള ഒരു അമെൻമെൻ്റാണ് 42nd അമെൻമെൻ്റ് എന്ന് പറയുന്നത്. ആ അമെൻമെൻറ്റിനെയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഈ തന്നിരിക്കുന്ന 3 കാര്യങ്ങളും എന്താണെന്ന്
മനസ്സിലാക്കുക മാത്രം ചെയ്താൽ മതി. അടുത്തതായി വെൻ ദ റൂൾസ് ആർ എൻഫോഴ്സ്ഡ്, അതായത് നിയമങ്ങൾ നമ്മൾ നടപ്പിലാക്കപ്പെടുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളെ പറ്റിയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് അതിലൊന്നാമത് അതൊരു കൊളാഷാണ്. അതിൽ തന്നിരിക്കുന്നത് ലാൻഡ് റീഫോം ഈസ് യെറ്റ് ടു മെറ്റീരിയലൈസ്ഡ് ഇൻ ദ കൺട്രി, അതായത് നമ്മുടെ രാജ്യത്ത് ഇതുവരെ ഭൂപരിഷ്കരണ നിയമം ഇതുവരെ യാഥാർത്ഥ്യം ആയിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ രണ്ടാമത് തന്നിരിക്കുന്നത് ദ ഡൗറി പ്രൊഹിബിഷൻ ആക്ട് ഈസ് സ്റ്റിൽ നോട്ട് എ റിയാലിറ്റി, അതായത് സ്ത്രീധന നിരോധന നിയമം, അതായത് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് സ്ത്രീധനം എന്ന് പറയുന്നത്. അതിനെതിരെയുള്ള ഒരു നിയമമുണ്ട്, അതും നമുക്ക് ഇതുവരെ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അടുത്തത് ആൽക്കഹോളിസം cannot be prohibited by law alone, അതായത് മദ്യം എന്ന് പറയുന്ന സാധനത്തിനെ നമുക്ക് നിയമം കൊണ്ട് മാത്രം അതിനെ തടഞ്ഞു നിർത്താൻ കഴിയത്തില്ല. അങ്ങനെ നിയമം കൊണ്ട് നമ്മൾ അതിനെ തടഞ്ഞു നിർത്തിയാൽ മറ്റുള്ള വഴിയിൽ കൂടി മദ്യമോ മയക്കുമരുന്നോ ഒക്കെ നമ്മുടെ രാജ്യത്ത് വ്യാപകമാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് നിർത്തേണ്ട അല്ലെങ്കിൽ തടയേണ്ട ഒരു വിപത്താണ്. പക്ഷേ നമുക്കതിനെ ഇതുവരെ നമുക്ക് തടയാൻ ആയിട്ടില്ല. അടുത്തത് ഡിമാൻഡ് ദാറ്റ് ചൈൽഡ് റൈറ്റ്സ് ലോസ് ഷുഡ് ബി സ്ട്രിക്ട്ലി എൻഫോഴ്സ്ഡ്, അതായത് ബാലാവകാശ നിയമങ്ങൾ കർശനമായിട്ട് നടപ്പാക്കണമെന്നുള്ള ആവശ്യമുണ്ട്. എങ്കിലും നമ്മളത് ഇതുവരെ അതിൻ്റെ കർശന രൂപത്തിൽ നമുക്കത് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം അങ്ങനെ നമ്മുടെ നിയമങ്ങളൊക്കെ നടപ്പാക്കുമ്പോൾ നമുക്ക് പലപ്പോഴും പല പ്രശ്നങ്ങളും നേരിടേണ്ടതായിട്ട് വരും. അതിൻ്റെ കാരണം എന്താണ്? അതാണ് ഇവിടെ ചോദിക്കുന്നത്. വാട്ട് കുഡ് ബി ദ റീസൺ? നിയമങ്ങൾ നടപ്പിലാക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അതിൻ്റെ കാരണം എന്താണെന്നാണ് ചോദിക്കുന്നത്. അതിൻ്റെ പോയിൻ്റായിട്ട് ഇവിടെ തന്നിരിക്കുന്നത് വേരിയഡ് ഇൻട്രസ്റ്റ് ഓഫ് പീപ്പിൾ, അതായത് ജനങ്ങളുടെ പലതരത്തിലുള്ള വ്യത്യസ്ത തരത്തിലുള്ള ഇൻട്രസ്റ്റുകൾ, താല്പര്യങ്ങൾ, ജനങ്ങൾക്ക് പലതരത്തിലുള്ള താല്പര്യങ്ങളായിരിക്കും ഉണ്ടാവും. അപ്പോൾ നമ്മളൊരു നിയമം നടപ്പിലാക്കുമ്പോൾ എല്ലാ ജനങ്ങളെയും അത് ഒരുപോലെ ബാധിക്കണം എന്നില്ല. പലർക്കും പല രീതിയിലായിരിക്കും അതിനെ ബാധിക്കപ്പെടുന്നത്. അടുത്തത് ലെജിസ്ലേഷൻസ് that does not fully reflect the will of the people, അതായത് ഒരു നിയമം നടപ്പിലാക്കുമ്പോൾ അല്ലെങ്കിൽ നിയമം നിർമ്മിക്കുന്ന സമയത്ത് എല്ലാ ജനങ്ങളുടെയും ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ എല്ലാവർക്കും വേണ്ടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ ചിലപ്പം കഴിഞ്ഞില്ല എന്ന് വരും. അത് നടപ്പിൽ വരുത്തുമ്പോൾ നമുക്ക് ഒട്ടനവധി പ്രശ്നങ്ങൾ നേരിടും. അടുത്തത് ഇഗ്നറൻസ് ഓഫ് ലോ എന്നാണ്. ഇഗ്നറൻസ് ഓഫ് ലോ എന്ന് പറയുന്നത് നിയമങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മ. നമുക്ക് പലപ്പോഴും പല നിയമങ്ങളും നടപ്പിലാക്കുമ്പോൾ ജനങ്ങൾക്ക് അത് വളരെ ബുദ്ധിമുട്ട് തോന്നാനുള്ള ഒരു പ്രധാന കാരണം ഇതാണ്. ആ നിയമത്തെ പറ്റിയുള്ള പൂർണ്ണമായിട്ടുള്ള അറിവില്ലായ്മ ആണ്. അപ്പോൾ നമ്മുടെ നിയമങ്ങൾ ഇത്രയധികം കർശനമായിട്ടുള്ള നിയമങ്ങളും നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് എല്ലാ നിയമങ്ങളെയും ഒരേപോലെ നിലവിൽ കൊണ്ടുവരാനോ എല്ലാ നിയമങ്ങളെയും ജനങ്ങൾ പാലിക്കപ്പെടുന്ന രീതിയിലേക്ക് ആക്കുവാനോ ഇതുവരെ സാധിക്കപ്പെട്ടിട്ടില്ല. അതിനുള്ള ചില കാരണങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്. അപ്പോൾ അതും കൂടെ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അപ്പോൾ നമ്മുടെ പാഠത്തിൻ്റെ അവസാന ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ അവിടെ നമ്മുടെ നിയമത്തെ പറ്റിയാണ് ഒന്നുകൂടെ കുറച്ചുകൂടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് വ്യത്യസ്ത താല്പര്യത്തിലുള്ള സമൂഹമാണ് നമുക്കുള്ളത്. എങ്കിലും നമ്മൾ പൊതുവായിട്ട് ചില നിയമങ്ങളൊക്കെ അനുസരിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. പുതിയ നിയമങ്ങൾ രൂപീകരിക്കുമ്പോൾ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ ഉൾക്കൊള്ളണം. സമരങ്ങളും മറ്റുമൊക്കെ ഉയർന്നു വരാനുള്ള സാധ്യതകളുണ്ട്. അതിനെയൊക്കെ നമ്മൾ എന്താണ് ചെയ്യണം? ജനാധിപത്യ രീതിയിൽ അതിനെയൊക്കെ നേരിടണം. അതല്ലാതെ നേരിടുകയാണെങ്കിൽ വളരെയധികം എതിർപ്പുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അതാണ് പല സമരങ്ങളും അക്രമത്തിലേക്ക് പോകുന്നത്. ഒരു ഭരണകർത്താക്കൾക്കും നമ്മുടെ എതിർപ്പുകളെ അല്ലെങ്കിൽ നമ്മുടെ ജനാധിപത്യപരമായിട്ടുള്ള എതിർപ്പുകളെ അടിച്ചമർത്താനൊന്നും സാധിക്കുകയില്ല. അപ്പോൾ നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് വൈവിധ്യങ്ങളുടെയും വൈജാത്യങ്ങളുടെയൊക്കെ ഒരു കൂട്ടമാണ്. അപ്പോൾ നമ്മുടെ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന മൂല്യങ്ങളെന്ന് പറയുന്നത് പൗരസമൂഹം അത് ഉൾക്കൊണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ രാജ്യത്ത് ഒരു പരമാധികാര നമ്മുടെ രാജ്യമായിട്ട് മാറത്തുള്ളൂ, അല്ലെങ്കിൽ പരമാധികാര റിപ്പബ്ലിക്കായിട്ട് നമുക്ക് മാറാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത്. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ പാത്ത് ആൻഡ് ഗൈഡിംഗ് ലൈറ്റ് എന്നുള്ള ഭാഗത്ത് പഠിക്കുന്നത്. ഈ കാര്യങ്ങളെ പറ്റിയുള്ള ഈ പാഠത്തിലെ മുഴുവൻ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇതിനകത്ത് നിങ്ങൾക്ക് 3 പാർട്ടായിട്ടാണ് ഞാൻ ഈ ക്ലാസ്സുകൾ ഉൾപ്പെടുത്തിയിരുന്നത്. ഇതിലേതെങ്കിലും പാർട്ടുകളിൽ എന്തെങ്കിലും സംശയങ്ങളോ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്താം. നിങ്ങൾക്ക് എല്ലാം കൃത്യമായി മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തിന് നന്ദി. ഇതോടുകൂടി 3rd യൂണിറ്റ് അവസാനിച്ചിരിക്കുകയാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ പാത്ത് ആൻഡ് ഗൈഡിംഗ് ലൈറ്റ് എന്നുള്ള യൂണിറ്റ് 3 ഭാഗങ്ങളായിട്ടാണ് അവതരിപ്പിച്ചിരുന്നത്. എല്ലാ ഭാഗങ്ങളും കൃത്യമായി മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.